الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد. قال الله تعالى: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. وقال: ورتل القرآن ترتيلا. قال النبي صلى الله عليه وسلم: من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه أو كما قال عليه الصلاة والسلام. الحمد لله. നമ്മൾ ഖുർആൻ്റെ പേരിലാണ് ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാലോ, ഖുർആൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഖുർആനുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം, ആ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തപ്പെടുന്നത്. നമുക്കും ആ ഒരു ബന്ധമുള്ളതിൻ്റെ പേരിലാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ എല്ലാവരും ഹാഫിളുകളാണ്. അൽഹംദുലില്ലാ. ഒരു ഹാഫിളിന് കിട്ടുന്ന മഹത്വങ്ങളും കാര്യങ്ങളും, ഹാഫിളിന് റമദാനുമായി എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ള വിഷയങ്ങളൊക്കെ ഉസ്താദ് അവറുകൾ പറഞ്ഞു. ഒരു ഹാഫിളിനെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്നാൽ അവനക്ക് ലഭിക്കുന്ന ഒരു സുവർണ അവസരമാണ്. ഇതൊരു ഇൻഷാ അല്ലാഹ് ഒരു ചോദ്യവും ചർച്ച പോലെ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സംസാരിക്കുകയും ചെയ്യാം, ഇടയ്ക്ക് ചോദ്യങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ചോദിക്കുകയും ചെയ്യാം. ഒരു ഹാഫിളിനെ സംബന്ധിച്ചിടത്തോളം റമദാൻ ഒരു സുവർണ അവസരമാണ്. ഒരു റമദാൻ വന്നിട്ട് ഒരു ഹാഫിളിന് അവൻ്റെ ഖുർആനിൽ പുരോഗതി ഉണ്ടായിട്ടില്ലെങ്കിൽ, ഒരു ഹാഫിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു റമദാനെ കഴിഞ്ഞ് കിടക്കുമ്പോൾ അവനിക്ക് അവൻ്റെ ആ ഖുർആനിക ജീവിതത്തിൽ അവനിക്ക് പുരോഗതി ഉണ്ടായിട്ടില്ലെങ്കിൽ അവന് മനസ്സിലാക്കിക്കോളാം ആ റമദാൻ അവനിക്ക് പാഴാണെന്ന് മനസ്സിലാക്കണം. ഓരോ ഹാഫിളുകളുടെ അവസ്ഥയാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തറാവീഹ് നമസ്കാരം അതൊരൊറ്റൊരു ജമാഅത്തായിട്ട് നടന്നിരുന്നില്ല. പ്രവാചകനാകെ 3 ദിവസമാണ് ഹദീസുകളിൽ വന്നിരിക്കുന്ന പള്ളിയിൽ വന്ന് നമസ്കരിച്ചിട്ടുള്ളൂ തറാവീഹ്. അത് 3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ പ്രവാചകൻ വീട്ടിലാണ് നമസ്കരിച്ചത്. കാരണം ഫർളാക്കപ്പെടുമോ എന്നുള്ള ഭയത്തിൻ്റെ പേരിൽ പ്രവാചകൻ വന്നിരുന്നില്ല. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ പള്ളിയിൽ ഒരൊറ്റ ജമാഅത്തായി തറാവീഹ് നമസ്കാരം സംഘടിപ്പിച്ചു തുടങ്ങിയത്. ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ആ ഒരു കാലം മുതലേ ഖുർആൻ ഖത്തം ഓതി തീർക്കുന്ന ഒരു ചര്യ, ഒരു നടപടി ആ കാലഘട്ടം മുതലേ ആരംഭിച്ചിരുന്നു എന്നാണ്. മാത്രമല്ല, ഉസ്താദ് ഒരു ഹദീസ് നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, ഓരോ റമദാനിലും ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പ്രവാചകന് യുദാരിസുമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആൻ ഓതി കേൾപ്പിക്കുമായിരുന്നു. ജിബ്രീലും ഓതി കേൾപ്പിക്കും, പ്രവാചകൻ ഓതിയത് ജിബ്രീലും കേൾക്കുകയും ചെയ്യും. ഇത് ഓരോ റമദാനിലും അങ്ങനെയായിരുന്നു. അതായത് ആ റമദാൻ വരെ ഏതൊക്കെ ഖുർആന്റെ ഭാഗങ്ങളാണ് ഇറങ്ങിയത് അത് മുഴുവൻ എന്ത് ചെയ്യുമായിരുന്നു? ഓതി കേൾപ്പിക്കുമായിരുന്നു. അതിനുശേഷം അവസാനത്തെ റമദാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം ഓതി കേൾപ്പിച്ചിരുന്നു എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയുന്നത്, എല്ലാ മദ്ഹബിന്റെ ഉലമാക്കളുടെ അഭിപ്രായത്തിൽ തറാവീഹിൽ ഖുർആൻ പൂർണ്ണമായി ഓതൽ അഫ്ളലായ ഒരു കാര്യമാണ്, നിർബന്ധമൊന്നുമല്ല, പ്രധാനപ്പെട്ടൊരു സംഭവം. പ്രത്യേകിച്ച് ഖുർആനുമായി ബന്ധമുള്ള ഹാഫിളുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് സ്വന്തം ഖുർആൻ ഓതാനും മുഴുവൻ ജനങ്ങൾക്ക് ഖുർആൻ കേൾക്കാനുമുള്ള സൗകര്യം ഉണ്ടാകണം. നമ്മളിവിടെ പ്രധാനമായും ചർച്ചയ്ക്ക് നമ്മൾ എടുക്കുന്നത് ഒരു തറാവീഹിന് മുന്നോടിയായി ഒരു ഹാഫിളായ വ്യക്തി എങ്ങനെ അതിനുവേണ്ടി തയ്യാറെടുക്കാം. നമ്മൾ നോക്കുമ്പോൾ 2 തരത്തിലാണ് തറാവീഹിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഒന്ന്, വർഷം മുഴുവൻ ഇനി വരാനിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ ഈ വരുന്ന റമദാൻ തീർന്നതിന് ശേഷം അടുത്ത വർഷത്തെ തറാവീഹിന് വേണ്ടിയുള്ള ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു തയ്യാറെടുപ്പ്, ഇതൊരു രീതിയാണ്. വേറൊരു തരം എന്ന് പറഞ്ഞാൽ ഓരോ തറാവീഹ് നമസ്കാരത്തിന് മുമ്പായി അന്ന് ഓതുന്ന ആ ഒരു ഭാഗത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അല്ലേ? ഇങ്ങനെയല്ല എല്ലാവരും ഈ 2 രീതിയിൽ തയ്യാറെടുക്കാറ്. വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തയ്യാറെടുപ്പ്, അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ഓതാൻ വേണ്ടി ആഗ്രഹിക്കുന്ന റമദാൻ തറാവീഹിന്റെ ആ ദിവസം ഓതാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ആ ഭാഗത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ. ഇങ്ങനെ 2 തരത്തിലാണ് നടക്കാറ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തയ്യാറെടുക്കൽ എന്ന് പറഞ്ഞാൽ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തയ്യാറെടുപ്പാണ്. ഒരാൾ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തയ്യാറെടുപ്പുകൾ വേണ്ടതുപോലെ നടത്തിയിട്ടുണ്ടെങ്കിൽ അവനിക്ക് പിന്നെ തറാവീഹിന് വേണ്ടി ഓരോ ദിവസവും പ്രത്യേകിച്ചൊന്നും തയ്യാറെടുക്കേണ്ട ആവശ്യം വരില്ല.
വർഷം മുഴുവൻ നമ്മൾ ഓതാറുണ്ട് ഖുർആൻ. ഞാൻ ഇപ്പൊ പറയേണ്ട കാര്യമില്ലെങ്കിലും നിങ്ങൾക്ക് ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ ആവശ്യമാണ് എന്നതിൻ്റെ പേരിൽ പറയണേട്ടോ. നമ്മൾ വർഷം മുഴുവൻ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ രണ്ട് തരത്തിലാണ് ഖുർആൻ ഓതാറ്. ഹാഫിളുകളായ നമ്മൾ ഒന്നുകിൽ നമ്മൾ നമ്മുടെ മുസ്ഹഫ് കയ്യിൽ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഓതി അങ്ങ് പോകും, ഖത്തം തീർത്ത് ഇങ്ങനെ പോകും. തെറ്റ് വരുമ്പോൾ നോക്കും, എന്നിട്ട് മുമ്പോട്ട് ഓതിപ്പോൾ ഇങ്ങനെ ഓതി പോകും. പരമാവധി ചിലപ്പോൾ നോക്കി ഓതും, കുറച്ച് ഭാഗങ്ങൾ കാണേണ്ടതും തെറ്റ് വരുമ്പോൾ നോക്കും, ഇങ്ങനെ അങ്ങ് പോകും. ചിലപ്പോൾ ഒരു ദിവസം 2 ജുസ് 3 ജുസ് 4 ജുസ്, ചിലപ്പോൾ 1 ജുസ് 5 ജ്യൂസൊക്കെ ഇങ്ങനെ ഓതി ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട് 1 മാസം കൊണ്ടൊക്കെ നമ്മളിങ്ങനെ ഖത്തം തീർത്ത് ഇങ്ങനെ വർഷം മുഴുവൻ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു രീതിയാണ്, ഇതൊരു നല്ല രീതി തന്നെയാണ് അൽഹംദുലില്ലാ. പക്ഷെ വേറൊരു രീതിയുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ ഹിഫ്ള് കഴിഞ്ഞതിന് ശേഷം 2 വർഷം ഇമാമത്ത് നിന്നില്ല, 1 വർഷം ഇമാമത്ത് നിന്നില്ല. പിറ്റേന്ന് വർഷം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം ഇമാമത്ത് നിൽക്കാത്തതിൻ്റെ പേരിൽ മറന്നുപോയോ എന്ന ടെൻഷൻ്റെ പേരിൽ 2ാമത്തെ വർഷം എന്തെങ്കിലും കാണിച്ച് ഒഴിവായി. 3ാമത്തെ വർഷം ഒരു സ്ഥലത്ത് എനിക്ക് പകുതി ഫുൾ ഓതണ്ട, എന്തെങ്കിലും ഓതിയാൽ മതി, അങ്ങനെ ഒരു സ്ഥലത്ത് ഇമാമത്ത് കിട്ടി. അവിടെ മുത്തുവലി സാഹിബിൻ്റെ കമ്പനി ഉണ്ട് മൂവാറ്റുപുഴ, അവിടെയാണ് ഇമാമത്ത് കിട്ടിയത്. അപ്പം ഞാൻ അവിടെ തീർക്കേണ്ട ആവശ്യമില്ല, അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് തറാവീഹിന് ഒരുപാട് നിൽക്കലിൽ ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഓതി അവർക്ക് തറാവീഹ് നിസ്കരിപ്പിച്ചു കൊടുത്താൽ മതി. അപ്പം അൽഹംദുലില്ലാ അന്ന് പകുതിയെ ഓതാൻ പറ്റുള്ളൂ അവിടെ. അപ്പോൾ അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും മുത്തുവല്ലി അവറുകൾ, ഇബ്രാഹിം ഉസ്താദ് അവറുകൾ അന്ന് ഒരിക്കലും വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ദൗറയൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തന്നൊരു ഉപദേശം ഉണ്ടായിരുന്നു. നിങ്ങൾ മദ്രസയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഖുർആൻ വെറുതെ ഓതി കളയരുത്, വെറുതെ ഖത്തം തീർത്ത് പോകരുത്, നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. ഹാഫിളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ജുസ്കളും പഠിച്ചു പോകണം. ഉദാഹരണത്തിന് റമദാൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1 വർഷം മദ്രസയിലേക്ക് ചെല്ലുകയാണ്. നമ്മൾ പോകുന്ന ഓരോ ജുസ്കളും പഠിച്ച് പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്ത ജുസിലേക്ക് കടക്കാൻ പാടുള്ളൂ. നമുക്കിതിനു വേണ്ടി സമയം കൂടുതൽ എടുത്തേക്കാം. ചിലപ്പോൾ നമ്മൾ ഒരു ഖത്തം നമ്മൾ ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട് തീരുന്ന, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് തീരുന്ന ഖത്തമൊക്കെ ചിലപ്പോൾ നമുക്കൊരു ഖത്തം ഇങ്ങനെ പഠിച്ചു ദൗർ ചെയ്ത് ഖത്തം തീർക്കാൻ ചിലപ്പോൾ 2-3 മാസമൊക്കെ എടുക്കാം. പക്ഷേ വളരെ പ്രയോജനകരമായിരിക്കും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഓരോ തവണയും നമ്മൾ പഠിച്ചാണ്, ഒരു ജുസ് പഠിച്ച് പൂർത്തിയാക്കി പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്ത ജുസിലേക്ക് കടക്കുകയുള്ളൂ. ഇങ്ങനെ പഠിച്ചാലുള്ള ഗുണം ഒരു ഖത്തത്തിൽ ഒരു ദൗറിൽ തന്നെ ഒരു 5-6 ഖത്തം കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഒരു ജുസ് തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി ആവർത്തിച്ച് ഓതുമ്പോൾ അതിൽ പല തവണ ഖത്തങ്ങൾ വരെയാണ്. അപ്പം മാത്രമല്ല നമ്മൾ അവസാനം അത് ഒറ്റയടിക്ക് കാണാണ്ട് ഓതുമ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. എനിക്ക് പാഠമുണ്ട്, ആ ജ്യൂസ് എൻ്റെ പാഠമായി, എന്നിട്ട് അടുത്ത ജ്യൂസിലേക്കാണ് ഞാൻ കടക്കുന്നത് എന്നൊരു ആത്മവിശ്വാസം കൂടി നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ റമദാന് മുമ്പുള്ള സമയത്ത് നമ്മൾ 2 തരത്തിലാണ് ഓതുന്നത്. ഒന്ന് നമ്മുടെ സാധാരണ ഖത്തം തീർത്ത് ഓതുക, മറ്റൊന്ന് ഇതേപോലെ ദൗർ ചെയ്യുക. ഇതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ പ്രയോജനകരമായത്. അത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറഞ്ഞാണ്, നിങ്ങൾക്കും നല്ലത് ഇത് തന്നെയായിരിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ നന്നായി പാഠമുള്ള വിദ്യാർത്ഥികൾ, നന്നായി പാഠമുള്ള വ്യക്തികൾ, ഹാഫിളുകൾ, അവർ റമദാന് ശേഷമുള്ള സമയങ്ങളിൽ അവർ ഓതുമ്പോൾ നന്നായി പാഠമുള്ളവരാണെങ്കിൽ അവർ ചുരുങ്ങിയത് ഒരു ജുസ് എങ്കിലും നമസ്കാരത്തിൽ, സുന്നത്ത് നമസ്കാരത്തിൽ നിന്ന് ഓതാൻ വേണ്ടി ശ്രമിക്കുക. ഈ അടുത്ത് കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു ഹാഫിളായ വ്യക്തിത്വം, ധാരാളം വർഷങ്ങളായിട്ട് ഇമാമത്ത് നിൽക്കുന്ന വ്യക്തിയാണ്, ഇപ്പോഴും നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയും. അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റമദാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസവും ഒരു ജുസ് എങ്കിലും ചുരുങ്ങിയത് സുന്നത്ത് നമസ്കാരത്തിൽ ഓതിയിരിക്കും. സുന്നത്ത് നമസ്കാരത്തിലായിട്ട് തഹജ്ജുദ് നമസ്കാരം, ഇശ്റാഖ് നമസ്കാരം, അതേപോലെ തന്നെ അവ്വാബി നമസ്കാരത്തിന് മുമ്പ് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം, ഇങ്ങനെയുള്ള നമസ്കാരങ്ങളിലായിട്ട് അദ്ദേഹം ഒരു ദിവസം ഒരു ജുസ് വീതം ഓതി തീർക്കുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഖുർആൻ ഓർമ്മ നിൽക്കാൻ ഏറ്റവും കൂടുതൽ പ്രയോജനകരമായതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ വർഷം മുഴുവൻ നമ്മൾ ഓതുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, എനിക്കിത് വരുന്ന തറാവീഹിന് എനിക്ക് ഓതാനുള്ളതാണ് എന്ന നിശ്ചയത്തോടു കൂടി, എന്നൊരു തീരുമാനത്തോടു കൂടി നമ്മൾ വേണം ഓതാൻ. അതിനുവേണ്ടി ഒരു പരിശീലനമായിക്കോളും. അതുകൊണ്ട് പരമാവധി സ്പീഡ് കുറച്ചായിരിക്കണം ഓതേണ്ടത്. നമ്മൾ ഹിഫ്ദിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പരമാവധി പഴയപാഠം കൊടുക്കാനൊക്കെ അല്പം സ്പീഡിലായിരിക്കും ഓതുക. പക്ഷെ നമുക്ക് ഇമാമത്തിലേക്ക് ചെല്ലുമ്പോൾ, ഇമാമത്ത് നിൽക്കുമ്പോൾ ആ സ്പീഡ് ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രയാസം വരും, ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് വരും. അപ്പം അതിൻ്റെ പേരിൽ സ്പീഡ് കുറയ്ക്കേണ്ടി വരും. അപ്പം നമ്മൾ വർഷം മുഴുവൻ ഓതുമ്പോഴും ഇമാമത്ത് നിൽക്കേണ്ട ആ ഒരു സ്പീഡിൽ മാത്രമേ നമ്മൾ ഓതാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ സ്പീഡിൽ ഓതി ശീലിച്ചു കഴിഞ്ഞ് പിന്നെ ഇമാമത്തിന് നിൽക്കുമ്പോൾ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടാതെ വരുന്നൊരു ബുദ്ധിമുട്ടും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ പരമാവധി
ഓതുമ്പോൾ സ്പീഡ് കുറച്ച് നമുക്ക് ഇമാമത്ത് നിൽക്കേണ്ട സ്പീഡ് ഏതാണോ ആ ഒരു സ്പീഡിൽ മാത്രം, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ സ്പീഡിലായിരിക്കണം ഓതി പരിശീലിക്കേണ്ടത്. പിന്നെ നമ്മൾ ഖുർആൻ, ഞാൻ പറഞ്ഞു നമ്മൾ നമസ്കാരത്തിൽ ഓതണമെന്ന് പറഞ്ഞിരുന്നു. അതിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഖുർആൻ നോക്കി ഓതാം, കാണാണ്ട് ഓതാം, നമസ്കാരത്തിൽ കാണാണ്ട് ഓതാം. ഉലമാക്കളുടെ അഭിപ്രായത്തിൽ ഖുർആൻ നോക്കി ഓതലാണ് ഏറ്റവും അഫ്ളൽ. കാണാണ്ട് ഓതുന്നതിനേക്കാൾ ഖുർആൻ നോക്കി ഓതലാണ് അഫ്ളൽ. ഇമാം നബി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മൻ അൽ ഖിറാഅത്തു ഫിൽ മുസ്ഹഫി അഫ്ളലു മിനൽ ഖിറാഅത്തി അൻ ദഹ്റിൽ ഖൽബ്. ഒരാൾ മുസ്ഹഫിൽ നോക്കി ഖുർആൻ ഓതുന്നതാണ് കാണാണ്ട് ഖുർആൻ ഓതുന്നതിനേക്കാൾ അഫ്ളൽ. അത് പറയാനുള്ള കാരണം അദ്ദേഹം പറയുന്നത് ഇതാണ്, ഖുർആൻ നോക്കി ഓതുമ്പോൾ 2 കൂലികൾ കിട്ടും. ഒന്ന്, ഖുർആൻ ഓതി ഓരോ അക്ഷരത്തിന്റെയും വൽ ഹസനതു ബി അശ്രി അംസാലിഹ 10 ഇരട്ടി വീതം പ്രതിഫലം കിട്ടും. രണ്ടാമത്തെ ഒരു കൂലി എന്ന് പറഞ്ഞാൽ മുസ്ഹഫ് നോക്കിയതിന്റെ ഒരു പ്രതിഫലം കൂടി കിട്ടും. അപ്പൊ ഖുർആൻ നോക്കി ഓതലാണ് അഫ്ളൽ. അപ്പോൾ ഹാഫിദിനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് കാണാണ്ട് ഓതേണ്ടി വരും. അപ്പോൾ കാണാണ്ട് ഓതുമ്പോൾ പ്രതിഫലം കൂടുതൽ കിട്ടണമെങ്കിൽ പരമാവധി ഒരു നമസ്കാരത്തിൽ ഓതി തീർക്കണം. ഒരു ഹദീസിൽ വരുന്നുണ്ട്, മൻ ഖറഅൽ ഖുർആന ഫീ സ്വലാത്തിൻ ഖായിമൻ കാന ലഹു ബികുല്ലി ഹർഫിൻ 100 ഹസന. ഒരു വ്യക്തി നമസ്കാരത്തിൽ നിന്നുകൊണ്ട് ഖുർആൻ ഓതിയാൽ ഓരോ ഹർഫിനും പകരമായി അവനിക്ക് 100 നന്മ കിട്ടും. ആ ഹദീസിൽ തന്നെ ബാക്കിയിൽ വരുന്നുണ്ട്, ഒരു വ്യക്തി ഇരുന്നു കൊണ്ടാണ് നമസ്കാരത്തിൽ ഖുർആൻ ഓതിയതെങ്കിൽ ഓരോ ഹർഫിനും പകരമായി അവനിക്ക് 50 നന്മ കിട്ടും. അതുകൊണ്ട് ഹാഫിളുകൾ കാണാണ്ട് ഓതുകയാണെങ്കിൽ, ഖുർആൻ ഓതുകയാണെങ്കിൽ പരമാവധി അത് നമസ്കാരത്തിലായിക്കൊണ്ട് ഓതണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് പ്രതിഫലം ഒരുപാട് ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല അവർക്ക് ഇമാമത്ത് നിൽക്കാനുള്ള ഒരു പരിശീലനം കൂടിയാകും. അതിനുശേഷം പിന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു തയ്യാറെടുപ്പുണ്ട്. റമദാന് മുന്നോടിയായി റമദാനിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ. റമദാനിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ആദ്യമായി നമ്മൾ റമദാന് തൊട്ട് മുമ്പായിട്ട് ഒരു ദൗർ പെർഫെക്റ്റ് ആയിട്ട് പൂർത്തീകരിക്കണം. റമദാന് തൊട്ട് മുമ്പ് റമദാന് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദൗറ, അത് ടൈം എത്ര എടുത്താണെങ്കിലും ഒരു ദൗറ പെർഫെക്റ്റ് ആയിട്ട് പൂർത്തീകരിക്കണം. എനിക്ക് റമദാൻ ഇമാമത്തിലേക്കുള്ള രീതിയിൽ തെറ്റൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി പഠിച്ച്, പ്രത്യേകിച്ചും ഇനി അങ്ങനെ സമയം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗങ്ങളുണ്ട്. പാഠം കുറവാണെന്ന് തോന്നുന്ന ഭാഗങ്ങളുണ്ടാവും. ആ ഭാഗങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, പ്രത്യേകം പഠിച്ച് പാടാക്കി വെച്ചേക്കണം. അപ്പൊ പിന്നെ ഇമാമത്തിന്റെ സമയം വരുമ്പോൾ ആ ഭാഗം എളുപ്പമായി മാറും. അതിനുശേഷം നമ്മൾ റമദാനിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും നമ്മൾ റമദാനക്ക് അറിയാൻ പറ്റും. നമ്മൾ റമദാനിൽ നമ്മുടെ ടൈം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ആദ്യമേ കണക്കൂട്ടണം. റമദാൻ നമ്മൾ നമ്മുടെ ഖുർആന് വേണ്ടി പൂർണ്ണമായി ഒഴിവാക്കി എടുക്കണം. എല്ലാ റമദാനുമായി ബന്ധപ്പെട്ട ഒഴിച്ച് ബാക്കി എന്തൊക്കെ യാത്രകൾ, ബാക്കി എന്തൊക്കെ പരിപാടികളുണ്ടോ അതെല്ലാം നമ്മൾ ഒഴിവാക്കണം. കാരണം നമ്മൾക്ക് ഖുർആന് വേണ്ടി സമയം കൊടുക്കാനുള്ളതാണ്, ഖുർആൻ തറാവീഹിന് വേണ്ടി തയ്യാറാകാനുള്ളതാണ്. അതുകൊണ്ട് ബാക്കി മുഴുവൻ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, റമദാനിന് മുമ്പ് തന്നെ ഒഴിവാക്കി വെച്ചേക്കണം. ഏതെങ്കിലും ജോലി തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ആവശ്യങ്ങളുണ്ട്, പേപ്പർ വർക്കുകൾ റെഡിയാക്കാൻ, ഇതൊക്കെ റമദാനിന് മുമ്പ് ചെയ്തോളണം. റമദാനിലേക്കൊന്നും വെച്ചേക്കരുത്. കാരണം റമദാനിൽ നമുക്ക് നമ്മുടെ ശ്രദ്ധ ഖുർആനിൽ മാത്രമായിക്കോളും. മാത്രമല്ല നമ്മൾ ഓരോ ദിവസവും ഒരു ടൈം ടേബിൾ തയ്യാറാക്കണം. നമ്മൾ എപ്പോൾ പഠിക്കാൻ വേണ്ടിയിരിക്കണം, എപ്പോൾ ഓതാൻ വേണ്ടിയിരിക്കണം, എപ്പോൾ ഉറങ്ങണം, ഈ വക കാര്യങ്ങൾ തയ്യാറാക്കണം. കാരണം ഒരു ദിവസം നമ്മൾ ചുരുങ്ങിയത് 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. റമദാനിൽ നമ്മൾ ഇമാമത്ത് നിൽക്കുന്ന ആളുകളോട് പറയണതാണ്, ചുരുങ്ങിയതൊരു ദിവസം റമദാനിൽ 7-8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം. കാരണം ഉറക്കത്തിന് ശബ്ദവുമായി വലിയ ബന്ധമുള്ളതാണ്. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ENT ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ അവർ പറയുന്ന ഒരു കാരണമാണ്, ശബ്ദം അടഞ്ഞതിൻ്റെ പേരിൽ പോകുമ്പോൾ അവർ പറയും ഉറക്കം ക്ലിയർ ആക്കാൻ പറയും. കാരണം ഉറക്കം നന്നായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വിശ്രമമാണ്, നമ്മുടെ തൊണ്ടയിലുള്ള മസിൽസുകൾക്കും അതൊരു വിശ്രമമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൊണ്ടയിലുള്ള മസിൽസുകളിൽ ഒരുപാട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നീര് വെക്കും. നമ്മുടെ സാധാരണ നമ്മൾ എന്തെങ്കിലും ഭാരമൊക്കെ എടുക്കുമ്പോൾ കുറച്ചാൾ കൈയൊക്കെ നീര് വെക്കുന്നത് പോലെയാണ് തൊണ്ടയുടെ അവസ്ഥയും. തൊണ്ടയിൽ മസിൽസുകളുണ്ട്, അതിന് നീര് വെക്കുമ്പോഴാണ് ഈ നമുക്ക് തൊണ്ട അടയുക, ശബ്ദം അടയുക എന്ന പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ പരിഹാരം വിശ്രമമാണ്. തൊണ്ടയ്ക്ക് വിശ്രമം കൊടുക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും മൊത്തത്തിൽ വിശ്രമം കൊടുക്കുക. അപ്പോൾ ചുരുങ്ങിയത് 7-8 മണിക്കൂറെങ്കിലും ഒരു വ്യക്തി, തറാവീഹ് നമസ്കരിക്കുന്ന ഒരു വ്യക്തി ഒരു ദിവസം ഉറങ്ങാൻ വേണ്ടി തർത്തീബാക്കി എടുക്കുക. നമുക്കറിയാം രാത്രി എന്താണെങ്കിലും നമുക്കൊരു 5 മണിക്കൂറൊക്കെ കഷ്ടി കിട്ടുള്ളൂ. തറാവീഹ് കഴിഞ്ഞ് 11 മണിയാവും നമ്മളെല്ലാം കഴിയുമ്പോൾ. 12 മണി, 1 മണി, 2 മണി, 3 മണി, 4 മണിയാകുമ്പോൾ പിന്നെ എന്താണ് എണീക്കേണ്ടി വരും. ആകെ 5 മണിക്കൂറേ കിട്ടുള്ളൂ. ബാക്കി 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ പകലിൽ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അതിലേറ്റവും നല്ല സമയം നമുക്ക് കൈലുലയുടെ സമയമാണ്, ഉച്ചക്കുള്ള സമയം. അതാണ് ഏറ്റവും നല്ല സമയം. സാധാരണ നമ്മുടെ പതിവ് എന്ന് വെച്ചാൽ സുബഹി കഴിഞ്ഞാൽ ഒറ്റ ഉറക്കമാണ്.
സുബഹി കഴിഞ്ഞ ഉടനെ തന്നെ ഉറക്കമാണ്. ഇതൊരു നല്ല ഒരു രീതിയല്ല. നമ്മൾ പഠിക്കുന്ന കാലത്ത് ഉസ്താദന്മാരെല്ലാം പറയാറുള്ളതാണ് സുബഹിക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല. അതിന് കാരണം നമുക്കറിയാം ബർക്കത്ത് ഉണ്ടാവില്ല ആ സമയത്ത്. ഒന്ന്. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്, നമ്മുടെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഏത്? സുബഹി കഴിഞ്ഞുള്ള സമയം. ആ സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത്ര നല്ലൊരു സമയം നമ്മുടെ നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് നമുക്കറിയാം, നിങ്ങൾ പുതിയ പാഠമൊക്കെ പഠിക്കുമ്പോൾ രാവിലെ ഇരുന്ന് ഒന്ന് പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ മനസ്സിൽ കയറും. എന്നതുപോലെയാണ് സുബഹിക്ക് ശേഷമുള്ള സമയം ഒരു കാരണവശാലും ഉറങ്ങരുത്. മാത്രമല്ല ആ ടൈമിൽ ഉറങ്ങിയാൽ നമ്മുടെ ഉറക്കം പെർഫെക്റ്റ് ആവുമല്ലോ സുബഹിക്ക് ശേഷം. കാരണം നമ്മൾ ഇടയത്താഴം കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ മൂത്രമൊഴിക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ ഈ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് എഴുന്നേക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഉറക്കം ശരിയാവില്ല. അതുകൊണ്ട് പരമാവധി നമ്മൾ സുബഹിക്ക് ശേഷം ഉറങ്ങാതെ സുബഹിക്ക് ശേഷം ആ ടൈം നമ്മുടെ ഓതുന്ന ഖുർആൻ പാരായണത്തിന് വേണ്ടി മാറ്റി വെക്കണം. അതിനുശേഷം സൂര്യൻ ഉദിച്ച് ഇശ്റാഖ് നമസ്കരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വിശ്രമത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? തർത്തീബാക്കണം. പിന്നെ ഉറക്കം നമ്മൾ കൈലൂലയുടെ സമയത്ത് എന്താണെങ്കിലും കുറച്ചുറങ്ങണം. ഉച്ചയ്ക്ക് ശേഷം ഒരു സമയം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ നിർബന്ധമായിട്ട് ഉറങ്ങണം. കാരണം നമ്മൾ രാത്രി കുറച്ച് വൈകിയായിരിക്കും നമ്മുടെ തറാവി ഉള്ളത്. ഏറ്റവും 9 മണിക്ക് മിക്ക തറാവിയും തുടങ്ങുമ്പോൾ 8:30-9 മണിയൊക്കെ ആവും. അവസാനിക്കുമ്പോൾ 10 മണിക്ക് ശേഷമാണ് അവസാനിക്കുള്ളൂ മിക്ക സ്ഥലത്തും. അപ്പം നമ്മൾ ഈ രാത്രി ഒരുപാട് വൈകുന്നതിൻ്റെ പേര് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് രാത്രി ആകുമ്പോൾ തലവേദന വരും. പിന്നെ നമുക്ക് ഓതുന്ന കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരും. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷവും നിർബന്ധമായിട്ടും 1 മണിക്കൂറെങ്കിലും ഉറക്കത്തിന് വേണ്ടി മാറ്റിവെക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ എങ്ങനെ തയ്യാറാകാം, ഖുർആൻ പഠിക്കാൻ വേണ്ടി എങ്ങനെ തയ്യാറാകാം, അത് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. നമ്മൾ പരമാവധി ഖുർആൻ ഓതാൻ വേണ്ടി പള്ളി തിരഞ്ഞെടുക്കുക. ഏറ്റവും ബർക്കത്തുള്ള സ്ഥലമാണ്, മലക്കളുടെ സഹവാസമാണ്, നമ്മൾ ആരും ശല്യം ചെയ്യാൻ വേണ്ടി വരില്ല. പള്ളിയാണ് ഏറ്റവും അഫ്ളലായ സ്ഥലം. വീടിൻ്റെ അടുത്ത് പള്ളി ഉണ്ടെങ്കിൽ വീടിൻ്റെ അടുത്ത് പള്ളിയിൽ തന്നെ ഇരിക്കുക. പിന്നെ പള്ളിയിൽ നമുക്ക് പരമാവധി ഈ മൊബൈൽ പോലുള്ള നമ്മുടെ ശല്യപ്പെടുത്തുന്ന വസ്തുക്കളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പള്ളിയിലാണെങ്കിൽ. അപ്പം അതുകൊണ്ട് പള്ളി തിരഞ്ഞെടുക്കുക. പിന്നെ വുദൂയോടുകൂടി ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ നമ്മൾ ഹിഫ്ളിൽ ഇരിക്കുന്നൊരു ഇരുത്തമുണ്ട്, പാഠം കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നൊരു ഇരുത്തമുണ്ട്. ആ ഇരുത്തം ഹിഫ്ളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു ഇരുത്തമാണ്. നമുക്ക് ശ്വാസം കിട്ടും, നന്നായിട്ട് ഓതാൻ പറ്റും, ശ്രദ്ധ കിട്ടും, മുന്നോട്ട് നോക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ചാൽ ആ ഇരുത്തത്തിൽ നമ്മൾ കൂടുതൽ ആടിയാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ആടിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാഠങ്ങൾ പഠിക്കുന്നത്. ഇവിടെ നമ്മുടെ ഹിഫ്ള് പഠിക്കുമ്പോൾ ഈ ആടിലൊരു പ്രശ്നം വരും. എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഇമാമത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് ഈ ആടാൻ യാതൊരു ചാൻസും ഇല്ല. അവിടെ ആടാൻ പറ്റൂല. ഇമാമത്ത് നിൽക്കുമ്പോൾ നമ്മൾ മെയ്ക്കിൻ്റെ മുന്നിലാണ് നിൽക്കണം. നമുക്ക് ആടാൻ സ്ഥലം ഉണ്ടാവില്ല, ആടാൻ പറ്റൂല. ആടിക്കഴിഞ്ഞാൽ പള്ളിക്കാർ സമ്മതിക്കുകയില്ല. ഇങ്ങനെ വരുമ്പോൾ അപ്പം അതിൻ്റെ പേര് നമ്മൾ ആടിക്കൊണ്ടാണ് ഈ ഖുർആൻ ഓതി പരിശീലിച്ചതെങ്കിൽ നമുക്ക് ഇമാമത്ത് നിൽക്കുമ്പോൾ ഈ ഒരു പ്രശ്നം വരും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ഇരിക്കുമ്പോൾ ഒന്നുകിൽ അത്തഹിയാത്തിൽ ഇരിക്കുക, അല്ലെങ്കിൽ ചമ്മറം പടിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ചാരി ഇരിക്കുക എവിടെയെങ്കിലും, അല്ലെങ്കിൽ കസേരയിൽ ഇരുന്ന് ഓതുക. ഇതൊന്നും ഒരു കുഴപ്പമല്ല. പറയാനുള്ള കാരണം, ഇങ്ങനെ കസേരയിലേക്ക് ഇരുന്ന് നമുക്ക് ആടാൻ പറ്റൂല, അത് ഒരു പരിധിയിൽ കവിഞ്ഞു. അപ്പൊ നമുക്ക് നിന്ന് ഓതുന്നതിന് യാതൊരു തടസ്സം ഉണ്ടാവില്ല. അല്ലെങ്കിൽ കുറച്ചേരം നിന്ന് ഓതുക. നമ്മുടെ പരമാവധി ഞാൻ ഹിഫ്ളിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നമ്മുടെ കൂട്ടുകാർ പറയുന്ന ഒരു പ്രശ്നമാണ്, എനിക്ക് തെറ്റൊരാൾ ഏക കാരണം എനിക്ക് ആടാൻ പറ്റാത്ത. കാരണം നമ്മൾ ഓതി ശീലിച്ചേക്കാൻ ഇരുന്നു കൊണ്ട് ആടിയുള്ള ഓതലാണ്. നമ്മൾ നിന്ന് ഓതാൻ തുടങ്ങി കഴിയുമ്പോൾ പ്രാക്ടീസ് വേണ്ടതുപോലെ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടൂല. എത്ര നല്ല ഹാഫിളാണെങ്കിലും ഈ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ ഓതുമ്പോൾ തറാവീഹിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പരമാവധി ആടാതെ ഓതി, ഇരിക്കുന്നത് എങ്ങനെയോടെ ഇരുന്നോ, ഹിഫ്ളിലിരുത്തവും കുഴപ്പമില്ല, പക്ഷേ ആടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നിരുന്നിട്ട് ഖുർആൻ എടുക്കും, ഫസ്റ്റ് ആടലാ തുടങ്ങണേ, ഔദു ബിസ്മി ഒന്നും അല്ല. ഹിഫ്ളിന്റെ പ്രശ്നം എന്താ? ഫസ്റ്റ് എന്താ തുടങ്ങണേ? ഔദാണ് ബിസ്മിയാണ് ആടലാണ്? ആദ്യം ആടല തുടങ്ങണം. അതാ പ്രശ്നം. നമ്മളങ്ങനെ ശീലിച്ചു പോയി. ആ ശീലം നമ്മൾ മാറ്റണം. ആടുക എന്ന് പറഞ്ഞാൽ ഓതുന്നതിനിടയിൽ ഒരു സാന്ദർഭികമായി ടൂണിന്റെ പേരിൽ ആടിപ്പോയി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തുടങ്ങുന്ന ആടലാണ്. അപ്പൊ അതിന്റെ പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഖുർആൻ നമ്മുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ നമുക്ക് ആടേണ്ടി വരും എന്നൊരു തോന്നൽ നമുക്കുണ്ട്. അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. പരമാവധി ഓതുമ്പോൾ ആടാതിരുന്ന് ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ അതിന് ആടൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, കസേലയിൽ ഇരുന്ന് ഓതാം, അത്തഹയ്യാത്തിൽ ഇരുന്ന് ഓതാം, അല്ലെങ്കിൽ ചമ്മരം പടിഞ്ഞിരുന്നാലും കുറച്ച് ആടിപ്പോവും. അപ്പൊ അതും ഇരിക്കാൻ നല്ലത്. പിന്നെ നിന്നുകൊണ്ട് ഓതാൻ കുഴപ്പമില്ല. നിന്നുകൊണ്ട് ഓതുന്നതിനും ഇരുന്ന് മടക്കുകയാണെങ്കിൽ നിന്നുകൊണ്ട് ഓതുന്നതിനും കുഴപ്പമില്ല. പിന്നെ ഓരോ ദിവസവും ഞാൻ ഇന്ന് എത്രയാണ് ഓതേണ്ടതെന്ന് തീരുമാനിക്കും. നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തറാവീഹിന് ഒരു ദിവസം തറാവീഹിന് ശേഷം അല്ലെങ്കിൽ അടുത്ത ദിവസം തറാവീഹിന് വേണ്ടി എവിടം വരെയാണ് ഓതേണ്ടത്, എത്ര പേജാണ് ഓതേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. നമുക്കറിയാം ഖുർആനിൽ റുക്കുകൾ ഉണ്ടല്ലോ.
റുക്കുകൾ കണ്ടിട്ടില്ല എല്ലാവർക്കും? റുക്കു അറിഞ്ഞൂടെ? റുക്കു എന്തിനാ റുക്കു ഉള്ളത്? നമ്മുടെ മുസ്തഫിലുള്ള റുക്കുകൾ തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നതാണ്. നമ്മുടെ ഖുർആനിൽ കാണുന്ന സൈഡിലുള്ള റുക്കുവിന്റെ അടയാളം അത് തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. കാരണം തറാവീഹ് നിസ്കാരത്തിൽ എവിടെയാണ് നിർത്തേണ്ടത് എന്ന് ഉലമാക്കൾ തീരുമാനിച്ച് വെച്ചിട്ട് അടയാളം ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ റക്അത്തിലും ഓരോ റുക്കു അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ നമ്മൾ വേറൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. 27 രാവിലെ കറക്റ്റ് നമ്മൾ സൂറത്തുൻ നാസിൽ പോയി അവസാനിക്കും. വേറൊന്നും കണക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ റുക്കു അനുസരിച്ച് പോയാൽ മതി. 27 രാവാകുമ്പോൾ നമ്മൾ എവിടെ വന്ന് അവസാനിക്കും? സൂറത്തുൻ നാസിൽ വന്ന് അവസാനിക്കും. അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മൾ കണക്കാക്കേണ്ടത് എത്ര? 20 റുക്കു കണക്കാക്കുക. ഇനി ആർക്കെങ്കിലും റുക്കുവിന് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് നിർബന്ധമൊന്നുമില്ല. നമുക്ക് മറ്റു പല രീതികളിലും എന്ത് ചെയ്യാം, പേജ് അനുസരിച്ച് പോകുന്നതിനും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പേജ് അനുസരിച്ച് ഓരോ റക്കാത്തുകൾ കണക്കാക്കുകയാണെങ്കിൽ അവിടെ വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്, വയസ്അലൂനക അനിൽ ഖമരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇത്മുൻ കബീറു വമനാഫിഉ ലിന്നാസ് വഇത്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ വയസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുൽ അഫ്വ കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി ലഅല്ലക്കും തതഫക്കറൂൻ. അവിടെ ഒരു പേജ് തീരണം, ആയത്തും തീരണം. നമ്മളവിടെ സാധാരണ എന്ത് ചെയ്യും? അല്ലാഹു അക്ബർ എന്ന് റുക്കുയിൽ പോകും, പേജ് അനുസരിച്ച് ഓതാണെങ്കിൽ. എന്നിട്ട് അടുത്ത റക്അത്തിൽ എന്താ ഓതണേ? ഫിദ്ദുനിയാ വൽ ആഖിറ. ശരിക്കും ലഅല്ലക്കും തതഫക്കറൂന ഫിദ്ദുനിയാ വൽ ആഖിറ ബന്ധം അങ്ങോട്ടാ. ഈ ഫിദ്ദുനിയാ വൽ ആഖിറയുടെ ബന്ധം അങ്ങോട്ടാ. നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിന്റെ വിഷയങ്ങളിൽ ചിന്തിക്കാൻ വേണ്ടി ലഅല്ലക്കും തതഫക്കറൂന ഫിദ്ദുനിയാ വൽ ആഖിറ. ഫിദ്ദുനിയാ വൽ ആഖിറ കിടക്കുന്നത് അടുത്ത ആയത്തിന്റെ അടുത്ത പേജിന്റെ തുടക്കത്തിലാണ്. അപ്പൊ ഈ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ റക്അത്തുകളുടെ എണ്ണം കണക്കാക്കുമ്പോഴും നമ്മൾ പരമാവധി റുക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം കണക്കാക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഓതി പരിശീലിക്കുമ്പോൾ എവിടെയാണ് വഖഫ് ചെയ്യേണ്ടത്, ആയത്തിന്റെ ഏത് ഭാഗത്തൊക്കെയാണ് വഖഫ് ചെയ്യേണ്ടത് എന്നും കൂടി പ്രാക്ടീസ് ചെയ്ത് വേണം പോകാൻ. കാരണം നമ്മുടെ ശ്വാസം നമുക്കറിയാം, നമ്മുടെ ശ്വാസം എത്രയുണ്ടെന്ന് നമുക്കറിയാം. അപ്പം അതിനനുസരിച്ച് ആ ശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓരോ ആയത്തിന്റെയും വഖഫുകൾ നമ്മൾ നിർണ്ണയിക്കേണ്ടത്. അത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ തറാവീഹിനോട് തയ്യാറാകുമ്പോൾ തന്നെ അത് നമ്മൾ എന്ത് ചെയ്തോളണം, തർത്തീബാക്കിക്കോളണം. മാത്രമല്ല പരമാവധി നമുക്ക് ശ്വാസം ഉണ്ടെങ്കിൽ ആയത്തുകൾ പരമാവധി ചേർത്ത് പോകാൻ ശ്രദ്ധിക്കണം. വലിയ ആയത്താണെങ്കിൽ ശ്വാസം ഉണ്ടെങ്കിൽ പരമാവധി വഖഫ് ത്വാ ഉണ്ടെങ്കിൽ മാത്രം നിർത്തിയാൽ മതി. ത്വാ അല്ലെങ്കിൽ ജീമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് ഓതി പോകാം ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ മീമൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിർത്തണം. ബാക്കി സ്ഥലങ്ങളെല്ലാം പരമാവധി ചേർത്ത് ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചേർത്ത് ഓതിയുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ സമയം ലാഭിക്കുന്നു. തറാവീഹിൽ വരുന്ന ഏറ്റവും വലിയ ഇടങ്ങേറ് എന്ന് പറഞ്ഞാൽ ആളുകൾ പുറകെ പറയാൻ സമയം കൂടുതലാണ്. അപ്പൊ ഇതിനെ മറികടക്കാനുള്ളൊരു മാർഗമാണ് ഇത്. പരമാവധി ആയത്തുകൾ എന്ത് ചെയ്യുക, ചേർത്ത് ഓതുക. പിന്നെ ഇതിനു വേണ്ടി ചേർത്ത് ഓതാൻ നമുക്ക് ശ്വാസം വേണം. ശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എക്സസൈസുകൾ ഉണ്ട്, നമ്മൾ ചെയ്യുക. അത് നിർബന്ധമാണ്. ഒരു ഹാഫിനെ സംബന്ധിച്ചിടത്തോളം ശ്വാസം ഉണ്ടാകൽ അത്യാവശ്യമാണ്. വലിയ ആയത്തുകളൊക്കെ വഖഫും കറക്റ്റായി ചെയ്യണമെങ്കിൽ അടയാളങ്ങളുള്ള സ്ഥലത്ത് പോയി വഖഫ് ചെയ്യണമെങ്കിൽ അവർക്ക് ശ്വാസം ഉണ്ടാകൽ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇടക്ക് മുറിച്ചിട്ട് വീണ്ടും എടുത്ത് ഓതേണ്ടി വരും. എടുത്ത് ഓതുമ്പോൾ ചിലപ്പോൾ നമുക്ക് അർത്ഥം അറിയാത്തതിന്റെ പേരിൽ നമുക്ക് ബന്ധമില്ലാത്ത സ്ഥലത്ത് നിന്നായിരിക്കും നമ്മൾ എടുത്ത് ഓതുക. അപ്പൊ ആ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ശ്വാസത്തെ വളർത്തിയെടുക്കണം. ശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. നമ്മൾ ശ്വാസം പിടിച്ചു വെക്കുക, ഫുള്ള് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ലങ്സിലേക്ക് ശ്വാസം നടക്കുക, പിടിച്ചു വെക്കുക. എത്ര ടൈം പിടിച്ചു വെക്കാൻ പറ്റും അത്ര ടൈം പിടിച്ചു വെക്കുക. എന്നിട്ട് പതുക്കെ ശ്വാസം ഫുള്ള് വിട്ട് തീർക്കുക. എന്നിട്ട് വീണ്ടും അങ്ങനെ തന്നെ എടുക്കുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം രാവിലെ വൈകുന്നേരം ചെയ്ത് നോക്കുക. നിങ്ങൾ ടൈം നോക്കണം. ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്ത് നമുക്ക് നമ്മുടെ മിനിറ്റുകൾ സെക്കൻഡുകൾ നമുക്ക് കൂട്ടി എടുക്കാൻ പറ്റും. തുടക്കത്തിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു 40-30 സെക്കൻഡൊക്കെ കിട്ടുള്ളൂ. ചിലപ്പോൾ മുമ്പോട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ 1.5 മിനിറ്റ് വരെ 2 മിനിറ്റൊക്കെ വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ശ്വാസം പിടിച്ചു വെക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു രീതിയിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് നമ്മുടെ ശ്വാസകോശത്തെ ശക്തമാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ വഖഫിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് മാറിക്കിട്ടും. കാരണം നമ്മൾ ഹിഫ്ള് പഠിക്കുന്ന കാലത്ത് നമ്മൾ ചെറിയ പ്രായമാണ്, അന്ന് നമ്മുടെ ശ്വാസകോശം ചെറുതാണ്, നമുക്ക് വലിയ ശ്വാസം കിട്ടൂല. അപ്പൊ നമ്മൾ ഹിഫ്ള് പഠിച്ചപ്പോൾ ചെയ്ത ആ വഖഫ് തന്നെയായിരിക്കും നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ വലിയ വളർച്ചയിലേക്ക് എത്തുമ്പോൾ നമുക്ക് വലിയ അതിനേക്കാൾ കൂടുതലായി നമുക്ക് ഓതാനും പറ്റിയെന്ന് വരും. പക്ഷെ നമ്മൾ ഹിഫ്ള് പഠിച്ച ആ ഒരു രീതി ഉള്ളതിന്റെ പേരിൽ നമുക്ക് അതേ നമ്മുടെ വായിന് വരുള്ളൂ. അതിന്റെ പേരിലാണ് നമ്മൾ തറാവീഹിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എവിടെയാണ് വഖഫ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം നോക്കി എന്ത് ചെയ്യുക, തയ്യാറായി വെക്കുക. പിന്നെ അതേപോലെ തന്നെ തജ്വീദ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഖുർആൻ ആകണമെങ്കിൽ തജ്വീദ് വേണം. അപ്പൊ തജ്വീദ് ഇല്ലാതെ നമ്മൾ സ്പീഡിൽ ഓതാം, പക്ഷെ ആ സ്പീഡ് ഒരിക്കലും തജ്വീദ് ഇല്ലാത്ത സ്പീഡാകരുത്. തജ്വീദ് പാലിച്ചുകൊണ്ട് എത്ര സ്പീഡിൽ ഓതാൻ പറ്റുമോ അറമരി ഓതാം, ഒരു കുഴപ്പമില്ല, യാതൊരു തെറ്റും ഉണ്ടാവില്ല. തജ്വീദ് അനുസരിച്ചുകൊണ്ട് എത്ര സ്പീഡ് നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ
ആ സ്പീഡിൽ ഓതുന്നതിന്റെ പേരിൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. സ്പീഡ് കൂടി തജ്വീദ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും പാപിയായി തീരും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ പഠിക്കുമ്പോൾ നമ്മൾ ശബ്ദം കുറച്ചുകൊണ്ട് പഠിക്കുക. തറാവീഹിന് തയ്യാറാകുന്ന സമയത്ത് ഖുർആൻ ഓതുമ്പോൾ ശബ്ദം കുറച്ച് ഊതി പഠിക്കുക. കാരണം ശബ്ദം നമ്മൾ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തറാവീഹിന് വേണ്ടി രാത്രിയാകുമ്പോൾ ഉള്ള ശബ്ദമൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തറാവീഹിന് വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ ശബ്ദം കുറച്ച്, അല്ലെങ്കിൽ ജസ്റ്റ് മനസ്സിൽ ഓതിക്കൊണ്ടോ, അല്ലെങ്കിൽ ഇന്നുണ്ടല്ലോ നമ്മൾ നമസ്കാരത്തിൽ ഓതൂലേ, ഫാത്തിഹയൊക്കെ നമ്മൾ നമസ്കാരത്തിൽ ഒറ്റക്കൊക്കെ ഓതൂലേ, ആ ഒരു ശബ്ദത്തിൽ ഓതി പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷെ സ്പീഡ് കുറച്ച് വേണം ഓതാൻ, ഓരോ അക്ഷരങ്ങളും വ്യക്തമായി ഉച്ചരിച്ചു കൊണ്ട് വേണം ഓതാൻ. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഇന്ന് കാലത്ത് ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രവണതയാണ് നമ്മൾ ഹാഫിളിങ്ങൾ നമ്മൾ മൊബൈൽ നോക്കി ഖുർആൻ ഓതുക. പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമുക്ക് എപ്പോഴും അഫ്ളൽ ഹാർഡ് കോപ്പിയോ സോഫ്റ്റ് കോപ്പിയേക്കാൾ നല്ലത് ഖുർആൻ കയ്യിലെടുക്കലാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഓരോ പേജുകൾ നമ്മൾ മറിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ മനസ്സിൽ ആ പേജ് ഉണ്ടാകും. ഇത് ഇവിടെയാണ്, അത് അവിടെയാണ്, ഇവിടെ റുക്കൂ തീരെയാണ്, ഇവിടെ ഇത്ര ആയത്തുകളുണ്ട്, ഈ ആയത്ത് ഇവിടെയാണ് തീരുന്നത് എന്നൊരു നമ്മുടെ മനസ്സിലൊരു ഒരു ജ്യൂസ് ആണ് തയ്യാറാകണമെങ്കിൽ ആ ഒരു ജ്യൂസ് നമ്മുടെ മനസ്സിൽ അങ്ങനെ കിട്ടും. നമ്മൾ വെറുതെ മൊബൈലിൽ ഇങ്ങനെ സോഫ്റ്റ് കോപ്പി സ്ലൈഡ് ചെയ്താണ് ഓതണമെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകില്ല. അതുകൊണ്ട് നമ്മളൊരു തറാവീഹിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഓതാൻ വേണ്ടിയും കയ്യിലിരിക്കുമ്പോൾ നമ്മുടെ മുസ്ഹഫ് കയ്യിലുണ്ടാകണം. അത്യാവശ്യത്തിന് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റക്ക് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കാൻ വേണ്ടി മൊബൈൽ ഉപയോഗപ്പെടുത്താം. ബാക്കി നമ്മൾ മുസ്ഹഫിൽ വെച്ച് ഓതുന്നത് തന്നെയാണ് ഏറ്റവും അഫ്ളലായത്. പിന്നെ നമ്മൾ തറാവീഹിന് തയ്യാറെടുക്കുമ്പോൾ ചുരുങ്ങിയത് ഫസ്റ്റ് പ്രാവശ്യം നമ്മൾ ഓതുമല്ലോ, ഒരു ജുസ് ഫസ്റ്റ് പ്രാവശ്യം നമ്മൾ തറാവീഹിന് വേണ്ടി ഓതയാണ്, ഫസ്റ്റ് പേജ് ഓതയാണ്. ആദ്യമായിട്ടൊരു ഭാഗം ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അർത്ഥം ചിന്തിച്ച് തന്നെ ഓതുക. പ്രത്യേകിച്ച് ആലിമീങ്ങളായ ആളുകൾ അല്ലെങ്കിൽ അറബി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും ഇതിന് ഒഴിവാക്കരുത്. അർത്ഥം മനസ്സിലാക്കി തന്നെ ഓതണം. അപ്പൊ ചിലപ്പോൾ നമുക്ക് ചില വാക്കുകളുടെ അർത്ഥം കിട്ടിയില്ലെങ്കിൽ ഒരു ഖുർആന്റെ തർജ്ജമ അല്ലെങ്കിൽ തഫ്സീർ നമ്മുടെ അടുത്ത് വെച്ചേക്കണം. ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം കിട്ടിയില്ലെങ്കിൽ അത് അപ്പം എടുത്ത് നോക്കിക്കോളണം. കാരണം ഈ രണ്ട് മൂന്ന് പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ടൂൺ മാറ്റം വരുത്താൻ പറ്റും. കാരണം ഖുർആന്റെ ഓരോ വിഷയങ്ങളാണ്, ആ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ടൂൺ മുകളിലേക്ക് കയറ്റുന്നതിനോ താഴത്തേക്ക് കൊണ്ടുവരുന്നതിനോ കുഴപ്പമില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ ഹറമിൽ ഇമാമിങ്ങൾ കരയണ കേട്ടിട്ടുണ്ടോ? ഓതുമ്പോൾ വെറുതെ കരയണയൊന്നുമല്ല, ആ കരയുന്ന സ്ഥലം ഏതാണ് നിങ്ങൾ അവിടെ തഫ്സീർ തുറന്നു നോക്കിയാൽ മനസ്സിലാവും, തർജ്ജമ തുറന്നു നോക്കിയാൽ മനസ്സിലാവും അവിടെ ഇതിന്റെ പേരിലാണ് കരയണത്. നമ്മളും ആ ലെവലിലേക്കാകാം. നമ്മൾ ഓതുന്ന ഭാഗത്തിന്റെ ഒരു ബേസിക് ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വഖഫ് എവിടെ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു സെന്റൻസ് എവിടെയാണ് തീരുന്നത്, അല്ലെങ്കിൽ നമ്മൾ സെന്റൻസിന്റെ പകുതി കൊണ്ടുപോയി നിർത്തും, എന്നിട്ട് മുമ്പോട്ട് ഓതിപ്പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിർത്തിയത് സെന്റൻസ് ആയിരിക്കും, അവിടെ വഖഫിന്റെ അടയാളങ്ങളൊന്നും ഇല്ലാത്തതിന് പേര് നമുക്ക് തൊട്ടുമുമ്പീന്ന് എടുത്ത് നോക്കുമ്പോൾ ഈ സെന്റൻസ്, ഈ എടുത്ത് ഓതിയ ഭാഗത്തിന് ബാക്കിയുള്ള സെന്റൻസ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തതായിരിക്കും, മുമ്പോട്ട് ഓതി പോകാൻ പറ്റുന്ന സ്ഥലമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ അർത്ഥം ചിന്തിച്ച് ഓതിക്കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ടൂണുകൾ റെഡിയാക്കാൻ പറ്റും, മറ്റൊന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വഖഫ് ക്ലിയർ ആക്കാൻ പറ്റും. വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം, നമുക്ക് ഏറ്റവും വലിയ ഇടങ്ങേറുള്ള സാധനം മുസ്തശാബിഹാത്ത് അല്ലേ. മുസ്തശാബിഹാത്ത് പ്രശ്നമില്ലാത്ത ഹാഫിളുകൾ ആരെങ്കിലും ഉണ്ടോ? മുസ്തശാബിഹാത്ത് ബുദ്ധിമുട്ടിൽ ആയി തോന്നാത്ത ഒരു ഹാഫിളുകൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. നിങ്ങൾക്ക് പഴയ പാഠം കൊടുക്കാൻ ഏറ്റവും പാടായ ഒരു സൂറത്തായിരിക്കും സൂറത്ത് ഷുആറ അല്ലേ. സൂറത്ത് ഷുആറ കേട്ടിട്ടുണ്ടോ? പ്രവാചകന്മാർ സംഭവങ്ങൾ ഓരോ ആൾക്കാരെ പേരിട്ട് ഓരോ റുക്കുകളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇടങ്ങേറുള്ള സൂറത്താണ്. പക്ഷെ അൽഹംദുലില്ലാഹ് നിങ്ങൾ അതിന്റെ അർത്ഥം ചിന്തിച്ച് ആ സൂറത്ത് ഓതി നോക്കിയേ, ഒരൊറ്റ പ്രാവശ്യം ഓതി ഒരു മുത്തശാബിഹത്ത് പോലും നിങ്ങൾക്ക് ഒരു ഇടങ്ങേറും ഉണ്ടാക്കില്ല. കാരണം ഓരോ പ്രവാചകന്മാരുടെ സംഭവമാണ്. ആ സംഭവം നമുക്ക് അറിയാമെങ്കിൽ നമുക്കൊരു മുത്തശാബിഹത്തും ഒരേപോലുള്ള ആയത്തുകളും ആ പ്രശ്നം അവിടെ വരില്ല. അപ്പൊ അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി ഒതുക്കി കഴിഞ്ഞാൽ ഈ 3 ഗുണങ്ങൾ ഉണ്ടാവും. ഒന്ന്, നമ്മുടെ ടൂൺ റെഡിയാക്കാൻ പറ്റും. മറ്റൊന്ന്, നമ്മുടെ വഖഫും നമ്മുടെ എടുത്തു ഓതലൊക്കെ റെഡിയാവും. മൂന്നാമത്തേത്, നമ്മുടെ ഇതേപോലെ മുത്തശാബിഹാത്ത ആയത്തുകൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ ഖുർആൻ നമ്മൾ ഇന്ന് ഓതുന്ന ഭാഗം നമ്മൾ ഒന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ ഖിറാഅത്തുകൾ നമ്മുടെ ഇഷ്ടംപോലെ കിട്ടും, നെറ്റിൽ കിട്ടും. നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിർബന്ധമായിട്ട് നിങ്ങൾ കേൾക്കുക. കേട്ടാനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂൺ ഏതാണോ, നമ്മുടെ ടൂണിന്റെ അഭിരുചി ഏതാണോ അതിനനുസരിച്ചുള്ളൊരു കാര്യയുടെ തന്നെ നമ്മൾ കേൾക്കണം. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ടൂൺ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്. രണ്ടാമതായിട്ട്, നമ്മുടെ ഖുർആനിൽ ഉണ്ടായിരിക്കുന്ന ചെറിയ അക്ഷര പിശകുകൾ ഉണ്ടാവും. അത് നമ്മളിങ്ങനെ ഓതി പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ശരിക്കും കാണാണ്ട് ഓതുന്നതിന്റെ പേര് നമ്മൾ ഖുർആനിൽ ശരിക്കും നോക്കുമല്ലോ, ജസ്റ്റ് അങ്ങ് ഓതിയേ പോകുള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് അക്ഷര പിശക് തെറ്റുകൾ നമുക്ക് ഉണ്ടായിരിക്കാം. ഫായിന്റെയും വായിന്റെയും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് കേൾക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഞാനവിടെ വായാണ് ഓതിക്കൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. നമ്മൾ സ്വന്തമായിട്ടൊരു ഖുർആൻ നമുക്ക് എപ്പോഴും വേണം. നമുക്ക് എപ്പോഴും സ്വന്തമായിട്ടൊരു ഖുർആൻ വേണം. ആ ഖുർആൻ നമ്മുടെ പെശകൾ, നമ്മുടെ തെറ്റുകൾ നമ്മൾ അടയാളപ്പെടുത്തണം. എന്നിട്ട് അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പൊ നമ്മൾ തയ്യാറാകുമ്പോൾ ഓരോ പഠിച്ച ഭാഗങ്ങൾ അപ്പം തന്നെ നമ്മൾ, ഉദാഹരണത്തിന് ഞാൻ ഒരു 1/4 ജുസ് പഠിച്ച് തീർത്തു.
പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തീർത്ത് സെറ്റായെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ 2 റക്അത്ത് നമസ്കരിച്ച് ആ നമസ്കാരത്തിൽ ഓതി പെർഫെക്റ്റ് ആക്കി ഇടുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെ ഇരുന്ന് കുറച്ചു നേരം ഉറങ്ങി ശേഷം നമ്മൾ പഠിച്ചതിന് ശേഷം നന്നായി പഠിച്ച് തയ്യാറായതിനു ശേഷവും ഒരല്പസമയം കിടന്നുറങ്ങുക. അതാണ് നമ്മൾ ഉച്ചയോട് കൂടി നമ്മുടെ പഠനം പൂർത്തിയാക്കണം. ഉച്ച ഒരു 2 മണി 3 മണി കൂടി ഇന്ന് ഓതാനുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യണം, പൂർണ്ണമായി പഠിച്ച് റെഡി ചെയ്യുക. എന്നിട്ട് ഒരു 1-2 മണിക്കൂർ എന്ത് ചെയ്യണം, കിടന്നുറങ്ങലും നല്ലതാണ്. അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും അസ്ർ നമസ്കാരത്തിന് എണീച്ച് നോക്കുമ്പോൾ പിന്നെ എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ഖുർആൻ തുറക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റമദാനിൽ നമ്മുടെ യാത്രകളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്ക് അസുഖങ്ങൾ വരാം. ഏറ്റവും വലിയ പ്രശ്നമാണ് ജലദോഷം വരാം, പനി വരാം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് യാത്ര ഒഴിവാക്കലാണ്. നമുക്കറിയാം കൊറോണയുടെ കാലത്ത് സർക്കാർ എന്താ ചെയ്തേ, എല്ലാ ലോകത്തുള്ള യാത്രകളൊക്കെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഈ ജലദോഷവും പനിയൊക്കെ കൂടുതലും വന്ന് നമ്മൾ പുറത്തോട്ടിറങ്ങി യാത്ര ചെയ്യുന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ യാത്രകൾ പരമാവധി ഒഴിവാക്കുക, അസുഖം വരാതെ നോക്കുക. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ജലദോഷം ഏറ്റവും വലിയ ഇടങ്ങേറാണ്. ജലദോഷം നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടെ ഇത് കൂടുതലാണ്, നമ്മുടെ അന്തരീക്ഷത്തിൽ ജലാംശം ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ എപ്പോഴും അന്തരീക്ഷത്തിൽ രോഗാണുക്കൾ കൂടുതലുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ജലദോഷം വരാൻ സാധ്യതയും കൂടുതലാണ് നമ്മുടെ കാലാവസ്ഥയിൽ. അതുകൊണ്ട് പരമാവധി പ്രത്യേകിച്ച് ചെവിയിൽ കാറ്റ് കൊള്ളാൻ നോക്കും. ചെവിയിലേക്ക് രോഗാണുക്കൾ കയറുമ്പോഴാണ് പലപ്പോഴും ജലദോഷമൊക്കെ വരുന്നത്. ചിലപ്പോൾ മൂക്കിലും വായിലും കയറിയതിൻ്റെ പേരിലായിരിക്കില്ല. ഞങ്ങൾ ഗുജറാത്തിൽ പഠിച്ചപ്പോൾ നമ്മുടെ ഉസ്താദ് പറയുമായിരുന്നു, രാത്രി എപ്പോഴും കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ചെവിയിൽ പഞ്ഞി വെച്ച് കിടന്നുറങ്ങണം, ചെവിയിൽ കാറ്റടിക്കാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് പറയും. പ്രത്യേകിച്ച് ഞങ്ങൾ ഖുറാത്തിന്റെ മത്സരങ്ങളിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ ഉസ്താദ് പറയാറുണ്ട്. അപ്പം അതും നിങ്ങൾ ശ്രദ്ധിക്കുക. രാത്രി കിടന്നുറങ്ങുമ്പോൾ ചെവിയിൽ ഒരു ബഡ്സ് കിട്ടും, ചെവിയിൽ സൗണ്ട് കേൾക്കാതിരിക്കാനുള്ള ബഡ്സൊക്കെ കിട്ടും. അല്ലെങ്കിൽ വെറും പഞ്ഞി വെച്ച് കട്ടിക്ക് വെക്കുക, അത് കയറിക്ക് വരുത്, അല്പം കട്ടിയുള്ള പഞ്ഞി വെക്കുക. അതിനുശേഷം പഠിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം നമ്മൾ ഒരാളെ ഇരുത്തി പൂർണ്ണമായി കേൾപ്പിക്കുക. പാഠം ഒരു പ്രാവശ്യം എന്ത് ചെയ്യണം, നമ്മൾ പൂർണ്ണമായി കേൾപ്പിക്കണം. കാരണം എന്താ, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, ഒരു ആത്മവിശ്വാസം കിട്ടും. ഞാൻ പഠിച്ച് പൂർണ്ണമായി എനിക്ക് തെറ്റൊന്നും വന്നിട്ടില്ല എന്നൊരു തോന്നൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ത്യൻ്റെ 3-4 സ്ഥലത്താണ് എനിക്ക് തെറ്റ് വന്നത്, അത് ഞാൻ ഇപ്പോൾ തിരുത്തി, ഇനി എനിക്ക് തെറ്റൊന്നുമില്ല എന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാവും. നമ്മൾ സാധാരണ പുതിയോടൊക്കെ കേൾപ്പിക്കാൻ നേരത്ത് നമ്മൾ ഏതെങ്കിലും വിദ്യാർത്ഥി കേൾപ്പിച്ചുകൊണ്ട് പോകാറുണ്ട്, ഇല്ലേ? കേൾപ്പിക്കാൻ നമ്മൾ പോകില്ല, കാരണം നമുക്ക് പേടിയായിരിക്കും, തെറ്റു എന്നുള്ള പേടിയായിരിക്കും. കേൾപ്പിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും. എന്നതുപോലെ തറാവീഹ് നിൽക്കേണ്ട ഭാഗം നമ്മൾ പഠിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യക്തിയെ, നമ്മുടെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഹാഫിളല്ലാത്ത വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ട്, ഉമ്മയോ വാപ്പയോ ഉണ്ടെങ്കിൽ അവരെങ്കിലും വിളിച്ചിരുത്തി കേൾപ്പിക്കുക. അപ്പൊ നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യും, നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും. ഞാൻ ഒരാളെ കേൾപ്പിച്ചു, എൻ്റെ ഓത്തിൽ ഇപ്പൊ തെറ്റൊന്നും ഇല്ല എന്നൊരു തോന്നൽ. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമസ്കാരം നിർവഹിക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം നമ്മൾ അവസാനമായിട്ട് ഈ മഗ്‌രിബിന് ശേഷം ഒരു സമയമുണ്ട്. ആ സമയം പരമാവധി നമ്മൾ അവ്വാബി നമസ്കരിച്ചുകൊണ്ട് നമസ്കാരത്തിലായിട്ട് ഈ ഓതാനുള്ള ഭാഗം പൂർണ്ണമായിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കുക. മഗ്‌രിബിന് ശേഷം, നോമ്പ് തുറന്നതിന് ശേഷം ഈ പഠിച്ച ഭാഗം ഒരാവർത്തിയും കൂടി നമ്മൾ നമസ്കാരത്തിൽ നിന്നുകൊണ്ട് ഓതാൻ വേണ്ടി എന്ത് ചെയ്യുക, ശ്രമിക്കുക. അപ്പൊ അതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എല്ലാം സെറ്റായി കഴിഞ്ഞു. പ്രാവശ്യം നിന്നും കൂടി ഓതിയപ്പോൾ നമുക്കൊരു ഒന്നും കൂടി ഉറപ്പ് കിട്ടി, ഞാൻ ഇനി പോയി എനിക്ക് അവിടെ നിൽക്കണം, ഇനി യാതൊരു തടസ്സവും ഇല്ല എന്നൊരു തോന്നൽ നമുക്ക് എന്ത് ചെയ്യും, വരും. പിന്നെ അങ്ങനെ പഠിച്ച് റെഡി നമ്മൾ നമസ്കാരത്തിലേക്ക് കിടക്കണം. നമസ്കാരത്തിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി മൂത്രമൊക്കെ ഒഴിച്ച് എല്ലാം റെഡി ആയിട്ട് വേണം വരാൻ. പിന്നെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ ഭക്ഷണം നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം കഴിക്കാൻ. നോമ്പ് തുറക്കുമ്പോഴുള്ള ആ ഒരു ചെറുകടിയും ചായ അല്ലെങ്കിൽ തണുപ്പില്ലാത്ത എന്തെങ്കിലും പാനീയങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുക. അതിനുശേഷം പിന്നെ മീൽസ് കഴിക്കൂലേ, പത്തിരി ഇറച്ചി, പൊറോട്ട ഇറച്ചി, ഇത് പരമാവധി തറാവീഹിന് ശേഷം കഴിക്കലായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കേണ്ടി വരും. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറ് വീർത്ത് കിടക്കും, നമുക്ക് ശ്വാസം കിട്ടൂല. നമ്മൾ നേരത്തെ നോമ്പ് പിടിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് വയറ് കാലിയായിരുന്നു. അപ്പൊ നമുക്ക് ശ്വാസത്തോടു കൂടി കുറെ ഓതാൻ പറ്റുമായിരുന്നു. എന്നാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു വരുമ്പോൾ ആ നേരത്തെ കിട്ടിയ ഒരു ശ്വാസത്തിന്റെ ആ ഒരു ലെവൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ അത്യാവശ്യം നോമ്പ് തുറക്കാൻ ആവശ്യമായ ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ഭക്ഷണം എപ്പോഴും തറാവീഹിക്ക് ശേഷം കഴിക്കലാണ് നല്ലത്. പിന്നെ അധികം തണുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. നമുക്കറിയാം നമ്മുടെ ശബ്ദം എന്തായി പോകും, പ്രശ്നങ്ങൾ വരും. സ്ഥിരമായിട്ട് തണുത്ത ഭക്ഷണം കഴിച്ച് അതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എപ്പോഴും നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ നമ്മുടെ അടുത്ത് വെള്ളം വെച്ചേക്കുക. സാധാരണ പച്ചവെള്ളം വെക്കലാണ് നല്ലത്, അത്യാവശ്യം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം വെക്കുക. പിന്നെ ഒരു മുസ്ഹഫ്, നമ്മൾ സ്ഥിരമായി ഓതുന്ന മുസ്ഹഫ് ഒരെണ്ണം അടുത്ത് വെച്ചേക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ നമസ്കാരത്തിലേക്ക് മുസല്ലയിലേക്ക് വരുമ്പോൾ മെയ്ക്ക് ഉണ്ടാവും. മെയ്ക്ക് സാധാരണ 3 തരത്തിലാണ്. ഒന്ന് നമ്മുടെ സാധാരണ സ്റ്റാൻഡിലുള്ള മെയ്ക്ക്, ഒരു മെയ്ക്ക്. വേറൊന്ന് പിൻ മെയ്ക്ക് ഉണ്ടാവും.
പിന്നെ മൂന്നാമത്തെ ഒരു മൈക്ക് ഉണ്ട്, എന്താ ഹെഡ്ഫോൺ ആയിട്ടുള്ള മൈക്ക്. 3 തരത്തിലുള്ള മൈക്കുകളുണ്ട്. അത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് 3 ഉപയോഗിക്കാം. പക്ഷേ ഓരോന്നിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ മൈക്ക് ആണെങ്കിൽ, ഏതാ നമ്മുടെ ഹെഡ്ഫോൺ പോലുള്ള മൈക്ക് ആണെങ്കിൽ നമുക്ക് തുമ്മൽ വരികയാണെങ്കിൽ, ഒന്ന് ചുമ വരികയാണെങ്കിൽ, ശ്വാസം വിടുകയാണെങ്കിൽ നേരെ അങ്ങോട്ട് പോകും, മൈക്കിലേക്ക് പോകും. ആ സൗണ്ട് എല്ലാം അവിടെ കേൾക്കും, ആളുകൾക്ക് കേൾക്കും. അപ്പൊ പരമാവധി സൗകര്യമുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ ഏത് മൈക്ക് വെക്കണം. നമ്മൾ ഏതെങ്കിലും വലിയ വലിയ പള്ളികളിൽ പോയാലും വിദേശ രാജ്യങ്ങളൊക്കെ പോയാലും പരമാവധി അവർ ഈ മൈക്ക് വെക്കാനാ ശ്രമിക്കുക ഇമാമിന് മുന്നിൽ. കാരണം എന്തെങ്കിലും ചുമക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശ്വാസം വിടുകയോ അല്ലെങ്കിൽ തുമ്മുകയോ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ ഒന്ന് തല മാറ്റി പിടിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ മൈക്ക് എപ്പോഴും സ്റ്റാൻഡിന്റെ മൈക്കാണ് എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമം. നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് ബാക്കിയുള്ള മൈക്കാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇഷാക്ക് മുമ്പ് ഫസ്റ്റ് തറാവീന് നമ്മൾ പോയാണ്, ആദ്യമായിട്ട് തറാവീന് തുടങ്ങിയാണ്. നമ്മൾ ഇഷാക്ക് മുമ്പായിട്ട് നമ്മൾ ആ മൈക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയുള്ളൂ. മൈക്കൊന്ന് എന്ത് ചെയ്യണം, ട്രയൽ ചെയ്യണം. സാധാരണ അവിടെ ഇമാമ് നിൽക്കുന്ന അവിടുത്തെ ഉസ്താദായിരിക്കും. ഉസ്താദിന്റെ ഒരു സൗണ്ട് പോലെ ആയിരിക്കില്ല നമ്മുടെ സൗണ്ട്. ഒന്നുകിൽ നമ്മുടെ സൗണ്ട് കുറവായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് കൂടുതലായിരിക്കും. ഈ രണ്ടും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് വരാതിരിക്കാൻ വേണ്ടി ഇഷാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആരെങ്കിലേക്ക് പള്ളിയിലേക്ക് ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് ഒന്ന് ഓതി നോക്കണം. നമ്മൾ ഓതുന്ന ആ ഒരു സ്പീഡിലും ആ ഒരു ശബ്ദത്തിലും ഒന്ന് ഓതി നോക്കണം. എന്നിട്ട് ട്രയൽ എടുത്തിട്ട് ചോദിക്കണം, ഓക്കെ ആണോ, റെഡി ആണോ നോക്കി ഓക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ഇഷാക്ക് മുമ്പ് തന്നെ അത് റെഡിയാക്കി വെക്കണം. പിന്നെ ഫസ്റ്റ് നമ്മൾ തറാവി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആളുകളുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. ഇതിന്റെ ഓതൽ എങ്ങനെയുണ്ട്, എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ എന്ന് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത്, നമ്മളുമായി ബന്ധമുള്ള ആളുകളുടെ അടുത്ത് എന്ത് ചെയ്യണം, അഭിപ്രായങ്ങൾ ചോദിക്കണം. പുറത്തുള്ള ആരെങ്കിലും ചോദിച്ചാൽ അവരൊന്നും പറയൂല. നാളത്തിന് പോയി ചിലപ്പോൾ അവർ നമ്മളെ കുറിച്ചൊന്നും തെറ്റുണ്ടെങ്കിലും പറയൂല. അപ്പൊ നമ്മളുമായി ബന്ധമുള്ള ആളുകളുടെ അടുക്കൽ നമ്മൾ പോയി എന്ത് ചെയ്യണം, ചോദിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറയണം. പിന്നെ സാധാരണ ഹാഫിളുകൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തെറ്റ്. നോർമൽ നമുക്ക് മനുഷ്യർക്ക് തെറ്റ് വരുന്നതാണ്. തെറ്റ് വരാതിരിക്കലാണ് വേണ്ടത്, പക്ഷെ തെറ്റ് വന്നു പോകും. ഏറ്റവും വലിയ പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകിൽ ഒരു ഹാഫിളായ ഒരു വിദ്യാർത്ഥി എപ്പോഴും ഹാഫിളായ ഒരു വ്യക്തി കേൾക്കാൻ വേണ്ടി ഉണ്ടാകണം. ഏറ്റവും നല്ലത് ഒറ്റയ്ക്ക് ഒരു പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും അഫ്ളായത് 2 പേരെങ്കിലും നിൽക്കലാണ്. നമുക്ക് ഓരോ നാടുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒറ്റയ്ക്ക് ആരും നിൽക്കുന്നില്ല. മിക്ക പള്ളികളിലും എല്ലാവരും 2ഓ 3ഓ പേരൊക്കെയാണ്. ഹറമിൽ ചെന്ന് കഴിഞ്ഞാൽ 4 പേരാണ് തറാവീസ്കരിപ്പിക്കാനുള്ളത് ഒരു ദിവസത്തെ പോലും. ഗൾഫ് നാടുകൾ പല സ്ഥലത്തും ചെന്ന് കഴിഞ്ഞാൽ പല ആൾക്കാരാണ് തറാവീക്ക് നിൽക്കുക, ഒരാൾ മാത്രമായിരിക്കില്ല. കാരണം ഈ തെറ്റിന്റെ പ്രശ്നം വന്നതിന്റെ പേരിൽ ഒരാളും കൂടെ പുറകിലുണ്ടെങ്കിൽ തെറ്റ് തിരുത്തി തരാൻ അത് ഉപകാരപ്രദമായിരിക്കും. ഇനി അങ്ങനെ ആരെങ്കിലും കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊരു ഹാഫിളിനെ ഏതെങ്കിലും ആ പ്രദേശത്തുള്ള ഹാഫിൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് ആ വിദ്യാർത്ഥിയുടെ അടുത്ത് പറഞ്ഞ് എന്ത് ചെയ്യണം, നമ്മൾ തെറ്റ് തിരുത്തി തരാൻ വേണ്ടി പുറകെ നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. പിന്നെ പരമാവധി നമ്മുടെ ട്യൂണുകളും നമ്മുടെ സ്വരങ്ങളും നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞിരുന്നു, ഖുർആൻ കേൾക്കണമെന്ന് പറഞ്ഞു. കേട്ടാലേ നമ്മുടെ ഒരു ട്യൂൺ നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ. ഒരു പാട്ട് കേട്ടാലാണ് നമ്മുടെ മനസ്സിലേക്ക് ആ ട്യൂൺ വരുള്ളൂ. അതിനുശേഷമാണ് ട്യൂൺ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പുതിയ ട്യൂൺ ഉണ്ടാക്കാൻ നമുക്കൊന്നും കഴിവില്ല. അതിനൊക്കെ വേറെ വലിയ കഴിവുള്ള ആൾക്കാർ വേണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്വന്തം ഒരു ട്യൂൺ ഉണ്ടാക്കാൻ പറ്റൂലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഖിറാത്തുകൾ നമ്മൾ കേട്ട് നമ്മുടെ മനസ്സിൽ ആ ട്യൂണുകൾ എന്ത് ചെയ്യുക, ശരിക്കും ഉറപ്പുവരുത്തുക. അത് നമ്മൾ പതുക്കെ നമ്മുടെ ഓത്തിലും അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. നമസ്കാരത്തിന് വെളിയിലുള്ള ഓതലിലും നമ്മൾ ആ ട്യൂണിൽ തന്നെ ഓതി പരിശീലിച്ചു കഴിഞ്ഞാൽ നമസ്കാരത്തിനും ഈ ട്യൂൺ ഓതുന്നതിന് എന്തുണ്ടാകില്ല, കുഴപ്പമുണ്ടാകില്ല. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നമസ്കാരത്തിൽ ഓരോ ദിവസവും എത്ര അളവാണ് ഓതേണ്ടത്, എല്ലാ ദിവസവും ഒരേപോലെ ഓതുക. ചില ദിവസം കുറഞ്ഞു പോയി, ചില ദിവസം ഭയങ്കരമായി കൂടിപ്പോയി, ഇത് പറ്റൂല. ആളുകൾക്കത് ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നമസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും, അപ്പൊ അന്ന് ഭയങ്കരമായിട്ട് കൂടിപ്പോയി, പിറ്റേന്ന് മൂപ്പര് അവിടെ വരുള്ളൂ, പിന്നെ മൂപ്പര് അടുത്ത പള്ളിയിൽ പോകും. അപ്പൊ ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസവും ഓതേണ്ട അളവുകൾ കൃത്യമായി നിർണ്ണയിച്ച് നേരത്തെ തന്നെ വെച്ചേക്കുക. പിന്നെ തുടക്കത്തിലൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, നോമ്പിന്റെ തുടക്ക ദിവസങ്ങളിൽ. അപ്പൊ അന്നൊക്കെ നോർമലായിട്ട് ഓതാം. പിന്നെ ഒരു 15 കഴിഞ്ഞ് ചിലപ്പോൾ ആൾക്കാരൊക്കെ പൊതുവെ പള്ളികളിലെ ആളുകളുടെ എണ്ണം കുറയും. ഇപ്പൊ 15 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഒരു ജുസ് കഷ്ടി ഓതിയാൽ മതി. അധികം കൂടുതൽ ഓതണം, എന്റെ അഭിപ്രായം ഉണ്ടോ. നോമ്പ് 15 മുതൽ നോമ്പ് 20 വരെയുള്ള 16 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ 21 വരെയുള്ള ദിവസങ്ങളിൽ അല്പം കുറച്ച് ഓതും, ഒരു ജുസ് മാത്രം ഓതും. കാരണം നമുക്ക് അവസാന 10 ആയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാകും, ആളുകൾക്ക് മടുപ്പും ഉണ്ടാവില്ല. അപ്പൊ ആ ടൈമിൽ കൂടുതൽ ഓതിയെന്നോർത്ത് എന്തുണ്ടാവില്ല, കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ ലാസ്റ്റായിട്ട് പറയേണ്ടത് സമയമാണ്. സമയം എപ്പോഴും നമ്മുടെ പള്ളിയുടെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഇമാമിങ്ങൾ, അവിടുത്തെ കമ്മിറ്റിയിലുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് നമ്മൾ സമയം തീരുമാനിക്കുക. ഇത്ര ടൈമിന് തീർക്കണമെന്ന് അവർ പറയും. ആ ടൈമുമായി പരമാവധി ആ ടൈമിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പൊ അതിനുവേണ്ടി ഏറ്റവും പ്രധാനമായി ഞാൻ പറഞ്ഞ സ്പീഡ് കൂടുതൽ ഓതുകയും സ്പീഡ് കൂട്ടി ഓതുക, പക്ഷെ നമ്മൾ തജ്വീദ് തെറ്റാതെ സ്പീഡ് കൂടി ഓതുക. അതേപോലെ തന്നെ
ഞാൻ പറഞ്ഞ് നമ്മുടെ ശ്വാസം കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് നിർത്തി ഓതാതെ ആയത്തുകൾ ചേർത്ത് ഓതാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമയം ലാഭിക്കാൻ പറ്റും. പിന്നെ നമ്മളെപ്പോഴും ഒരു പള്ളിയിൽ തറാവീഹ് നമസ്കരിക്കുകയാണെങ്കിൽ ഒരു ആഗ്രഹം നമുക്ക് വേണം, അടുത്ത തവണയും ഈ നാട്ടുകാർ എന്നെ വിളിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ആ ഒരു വിളിക്കാനുള്ളൊരു പെർഫോമൻസ് നമ്മൾ അവർക്ക് മുന്നിൽ കാഴ്ചവെക്കണം. അടുത്ത തവണയും എന്നെ ഈ നാട്ടുകാർ എന്ത് ചെയ്യണം? തറാവീഹിന് വേണ്ടി വിളിക്കണം എന്നൊരു പ്രതീക്ഷയോടുകൂടി അവരതിനാഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് അവർക്ക് മുന്നിൽ എന്ത് ചെയ്യണം? കാഴ്ചവെക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം ഇൻഷാ അല്ലാഹ്. വാഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.